നമസ്കാരം, ഞാൻ ഡോക്ടർ ചെറിയാൻ ജെറിനുമ്മൻ, കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ, KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസിയുടെ സുഖവിവരം അറിയാനും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി അറിയാനും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. ഇങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും 24 ആഴ്ചകൾക്ക് ശേഷം, ചില സമയത്ത് അനോമലി സ്കാനിൽ തന്നെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കൂടുതലും 24 ആഴ്ചകൾക്ക് ശേഷമുള്ള സ്കാനുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വയറിനകത്ത് അവരുടെ കിഡ്നിയിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ഹൈഡ്രോനെഫ്രോസിസ്, അല്ലെങ്കിൽ കിഡ്നിയിലെ നീർക്കെട്ടെന്ന് പറയാം. ചില സമയത്ത് അൾട്രാസൗണ്ട് സ്കാനിൽ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കിഡ്നി ഡയലറ്റേഷൻ എന്ന് എഴുതാം. ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ച് ഈ കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇതിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് കിഡ്നിയിൽ നിന്ന് യൂറിൻ താഴേക്ക് ബ്ലാഡറിലേക്ക് വരുന്നത് ഒരു കുഴൽ വഴിയാണ്. ആ കുഴലിൻ്റെ കിഡ്നിയോട് ചേർന്നിരിക്കുന്ന ഭാഗം പരന്നിരിക്കും. ചിത്രത്തിൽ കാണുന്നത് പോലെ പെൽവിസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് നീർക്കെട്ട് വരുന്നതിനെയാണ് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് പ്രഗ്നൻസിയിൽ കാണുന്ന ഒരു ഫൈൻഡിംഗ് ആണ്. സാധാരണഗതിയിൽ 500 പേരിൽ ഒരാൾക്ക് വരെ ഈ ഫൈൻഡിങ് അൾട്രാസൗണ്ട് സമയത്ത് കാണാറുണ്ട്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് ഫീച്ചർ കാണുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാണ് മുമ്പോട്ട് നോക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഭാവിയിലേക്ക് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമാണോ, കിഡ്നിക്ക് അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇത് തന്നെത്താനെ മാറുമോ, ഇതിനെന്തെങ്കിലും ചികിത്സ വേണ്ടി വരുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ സാധാരണഗതിയിൽ പേരൻസിന് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു ഫൈൻഡിങ് അൾട്രാസൗണ്ടിൽ കാണുന്ന സമയത്ത് പഠനങ്ങൾ പറയുന്നത് 40 തൊട്ട് 80% കേസുകളിൽ വരെ ഈ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന കാര്യം കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫൈൻഡിങ് കാണാറില്ല. അതായത് ഇത് തന്നെത്താനെ മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വളരെ ചുരുങ്ങി, അതായത് ഒരു 20 തൊട്ട് 30% കുട്ടികളിലാണ് ഇത് മുമ്പോട്ട് തുടർന്ന് കാണാനുള്ള സാധ്യതയുള്ളത്. ഇങ്ങനെ തുടർന്ന് മുമ്പോട്ട് കാണുന്ന കുഞ്ഞുങ്ങളിൽ ഇതെന്തുകൊണ്ടാണ് കാണുന്നതിനെ സംബന്ധിച്ച് മുമ്പോട്ട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഗർഭാവസ്ഥയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത് എന്ത് അസുഖം മൂലമാണ്, എന്തെങ്കിലും അസുഖം മൂലമാണോ അതോ നോർമലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതേസമയം കുഞ്ഞിനെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സിവിയറായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറിന് ചിലപ്പം ഈ സ്കാൻ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഹൈഡ്രോനെഫ്രോസിസിൻ്റെ സൈസ് നമ്മൾ സാധാരണഗതിയിൽ നോക്കാറുണ്ട്. അപ്പോൾ വളരെ വലിയ സൈസിലാണ് ഹൈഡ്രോനെഫ്രോസ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിയെ ബാധിക്കാവുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷൻ അതിനകത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ഹൈഡ്രോനെഫ്രോസിസിൻ്റെ കൂടെ മറ്റ് ഫൈൻഡിങ്ങുകൾ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കാൻ റിപ്പോർട്ടിൽ കാണുവാണെങ്കിൽ അതും കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ ഹൈഡ്രോനെഫ്രോസിസ് കൂടാതെ യൂറിൻ താഴോട്ട് വരുന്ന ട്യൂബിൽ വലിപ്പ വ്യത്യാസം ഉണ്ടാവുക, അതുപോലെ തന്നെ ബ്ലാഡറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ബ്ലാഡറിൻ്റെ ഭിത്തി വലിപ്പ കൂടുതലായിട്ടിരിക്കുന്നു, ബ്ലാഡർ കാലിയാകുന്നില്ല, എപ്പോഴും ഫുള്ളായിട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞിന് ചിലപ്പോൾ മുമ്പോട്ട് കിഡ്നിയെ അഫക്റ്റ് ചെയ്യാവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇത് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേസമയം ജസ്റ്റ് ഇതൊരു ഹൈഡ്രോനെഫ്രോസിസ് മാത്രമാണ്, അതിൻ്റെ സൈസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ കുഞ്ഞിനെ നോക്കി വരാം. പല 99% കേസുകളിലും പ്രഗ്നൻസി സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരാറില്ല. വളരെ റെയറായിട്ടുള്ള കേസുകളിൽ, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ താഴോട്ട് വരുന്ന ട്യൂബിൽ വലിപ്പ വ്യത്യാസം ഉണ്ടാവുക, ബ്ലാഡറിൽ ചേഞ്ചസ് ഉണ്ടാവുക, അതുപോലെ തന്നെ അമ്മയുടെ വയറിനകത്ത് വെള്ളം വളരെ കുറവായിട്ട് വരിക, ഇങ്ങനെയുള്ള ചേഞ്ചസ് സ്കാൻ റിപ്പോർട്ടിൽ കാണുവാണെങ്കിൽ ഇതിൽ കൂടെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് കുഞ്ഞിൻ്റെ ലങ്സിന് വളർച്ചക്കുറവുണ്ടാകാം. പല കുഞ്ഞുങ്ങളും പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരെ വരാം. അങ്ങനെ വളരെ സിവിയറായിട്ട് വരുന്ന ഒരു പ്രത്യേക കണ്ടീഷനുണ്ട്. അതിന് പോസ്റ്റീരിയർ യൂറീത്രൽ വാൽവ് എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്ന ട്യൂബിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ഈ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ യൂറിൻ കംപ്ലീറ്റ്ലി വെളിയിൽ പോകാതെ ഇരിക്കും. യൂറിൻ വെളിയിൽ പോയാൽ മാത്രമേ അമ്മയുടെ വയറിനകത്ത് വെള്ളം ആവശ്യത്തിനുണ്ടാകുകയുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും ഈ കണ്ടീഷനിൽ. അങ്ങനെ തന്നെ കുഞ്ഞിൻ്റെ ലങ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും.
അതേസമയം ഈ വാൽവ് അത്ര സിവിയർ അല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല. ഈ വാൽവ് വളരെ സിവിയറായിട്ടുള്ള കണ്ടീഷനിൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമോ വേണ്ടായോ എന്നുള്ള കാര്യം ഡോക്ടറിന് തീരുമാനിക്കേണ്ടതുണ്ട്. അതേസമയം ഇത് വളരെ സിവിയർ അല്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ പ്രഗ്നൻസി മുമ്പോട്ട് തുടർന്ന് പോകുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഹൈഡ്രോനെഫ്രോസിസിന് ഈ പറഞ്ഞ വാൽവ് കൂടാതെ മറ്റ് പല കാരണവും ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടാകാം. വാൽവ് അല്ലാതെ ബാക്കി എല്ലാ കണ്ടീഷൻസും തന്നെ നമുക്ക് കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം മാത്രം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിച്ചാൽ മതി. മുമ്പേ നമ്മൾ കണ്ടതുപോലെ 40 തൊട്ട് 80% വരെ കുട്ടികളിൽ ഈ ഹൈഡ്രോനെഫ്രോസിസ് തന്നെത്താനെ മാറിപ്പോകാറുണ്ട്. അതായത് അതിന് പ്രത്യേകിച്ച് യാതൊരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. ശേഷിക്കുന്ന ഒരു ശതമാനം കുട്ടികളിൽ, അതായത് ഏകദേശം ഒരു 20, 30, 40% കുട്ടികളിൽ പല സമയത്ത് ഹൈഡ്രോനെഫ്രോസിസ് മുമ്പോട്ട് തുടർന്ന് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് ജനറലി നമ്മൾ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം അവർക്ക് വീണ്ടും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. വ്യത്യസ്ത കാലയളവിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി അതിനകത്ത് ഈ ഫൈൻഡിങ്സ് എങ്ങനെയാണ് വരുന്നത്, സൈസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അഡീഷണലായിട്ട് മറ്റെന്തെങ്കിലും ഫൈൻഡിങ്സ് കാണുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു ഫൈൻഡിങ് നിങ്ങളുടെ അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ കാണുമ്പോൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് നിങ്ങളെ ഒരു പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യാറുണ്ട്.